ഇടുക്കി കട്ടപ്പനയിൽ നവജാത ശിശുവിനെയും വൃദ്ധനെയും കൊലപ്പെടുത്തിയതായി സംശയം. മോഷണക്കേസിൽ പിടിയിലായ പ്രതികളെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് കൊലപാതകം സംബന്ധിച്ച സൂചനകൾ ലഭിച്ചത്. കഞ്ചാർ കക്കാട്ടുകടയിലെ ഒരു വീട് കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. കട്ടപ്പനയിലെ ഒരു വ്യാപാര സ്ഥാപനത്തിൽ നടന്ന മോഷണത്തിൽ പിടിയിലായ നിതീഷ്, വിഷ്ണു എന്നീ രണ്ടുപേരെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഇവർ താമസിച്ചിരുന്ന കക്കാട്ടുകടയിലെ വീട്ടിലെത്തിയപ്പോഴാണ് പോലീസിന് കൊലപാതകം സംബന്ധിച്ച സൂചനകൾ ലഭിച്ചത്. പരിശോധന നടത്തുമ്പോൾ വീട്ടിലെ സാഹചര്യവും വീട്ടിലുണ്ടായിരുന്ന വിഷ്ണുവിന്റെ മാതാവിന്റെയും സഹോദരിയുടെയും സംസാരത്തിലുണ്ടായ അസ്വാഭാവികതയും പോലീസിൽ സംശയം ജനിപ്പിച്ചു. തുടർന്ന് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിലാണ് ഇരട്ട കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന സംശയത്തിലേക്ക് പോലീസ് എത്തിയത്. വീട്ടിൽ നിതീഷ് പൂജാതി കർമ്മങ്ങൾ ചെയ്തിരുന്നുവെന്നും 2016 വിഷ്ണുവിന്റെ സഹോദരിയുടെ നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയെന്നും വിഷ്ണുവിന്റെ അമ്മയുടെ മൊഴിയുള്ളതായാണ് സൂചന. 1 വർഷം മുമ്പ് കാണാതായ വിഷ്ണുവിന്റെ പിതാവിനെ കൊലപ്പെടുത്തി ഇപ്പോൾ താമസിക്കുന്ന വീട്ടിൽ കുഴിച്ചുമൂടിയതായും മൊഴിയുണ്ടെന്നും സൂചനയുണ്ട്. വിഷ്ണുവിന്റെ മാതാവിനെയും സഹോദരിയെയും നിലവിൽ ഒരു ഷെൽട്ടർ ഹോമിലാക്കിയിരിക്കുകയാണ് പോലീസ്. മോഷണ ശ്രമത്തിനിടെ പരിക്കേറ്റ വിഷ്ണു കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും നിതീഷ് പീരുമേട് സബ് ജയിലിലുമാണുള്ളത്. പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തെങ്കിൽ മാത്രമേ കൊലപാതകങ്ങൾ സംബന്ധിച്ച കാര്യങ്ങളിൽ വ്യക്തതയുണ്ടാവുകയുള്ളൂ. ഇവരെ കസ്റ്റഡിയിലെടുക്കാനായുള്ള നീക്കം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ജനം, ഇടുക്കി.